ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഞങ്ങളെ പണ്ടത്തെ മലമത്തെ പെരയ്ക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊടുക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മഴയൊക്കെ പെയ്താണ്ട് മണ്ണൊക്കെ പൊട്ടിച്ചതറി ഞാനുണ്ടല്ലോ ഞങ്ങളെ മലമത്തെ പെരയത്തെ കിണറ്റിക്ക് ചാടാൻ നേരം എന്നെ നൂനു പിടിച്ചാൻ നോക്കി. ഞാനല്ല പൊറ്റിച്ചതുണ്ടോ. ഞങ്ങളങ്ങനെ കിച്ചുവിൻ്റെ പെരയിലെത്തി. എൻ്റെ കയ്യിൽ എത്താറ് നിങ്ങൾക്ക് ബാച്ച്. ഈ ബാച്ച് കിച്ചുവിൻ്റെ പെരയത്താണ്. കിച്ചു എനിക്ക് ബാച്ച് സ്വന്തത്തിനെന്നാ. അല്ല ഗായ്സ്, എൻ്റെ പേര് സൂപ്പർ ഇഷ്യൂ. ഞാൻ എത്താ അറിയോ, വീഡിയോയിലൊക്കെ കുറേ ദിവസമായിട്ട് ഉണ്ടാവാത്തത് എനിക്ക് മദ്രസൊക്കെ സ്കൂൾ പൂട്ടിയോണ്ട് മദ്രസ തുറന്ന് ഇതൊക്കെയാ കിച്ചുവിൻ്റെ പെരയത്തെ ഇതാണുള്ളത്. പിന്നെ ഞങ്ങളുണ്ടല്ലോ ഗായ്സ്, നമുക്കുണ്ടല്ലോ മുളകോ അങ്ങനെ ഇവിടെ എത്തിയിട്ടോ കിച്ചുവിനെ തറവാട്ടിനോട്. ഗായ്സ്, ഈ കുയ്യക്ക് എന്നെ മുട്ടായൊക്കെ പോയിന് കേട്ടോ. അയ്യോ, ഇതിൽ കൂടെ പോവാ വേണ്ട, ഇതിൽ കൂടെ പോവാ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫർഹാൻ്റെ വീട്ടിലെത്തി. എൻ്റെ കുട്ടിക്ക് ചെരുപ്പിടാതെ മണ്ണിലൊക്കെ നടക്കുന്നത്. ഞങ്ങളങ്ങനെ മലയിലെത്തിട്ടോ. മലയിൽ നിന്ന് കുറച്ചുകൂടി പോകണം കേട്ടോ ഗായ്സ്. ഞങ്ങളിങ്ങനെ പോയി ഞങ്ങളങ്ങനെ നീനുട്ടിൻ്റെ പെരൻ്റെ എടുത്തെത്തിട്ടോ ഗായ്സ്. പിന്നുണ്ടല്ലോ എനിക്കുണ്ടല്ലോ പരീക്ഷയിലൊക്കെ ജയിക്കണമെങ്കിൽ ഈ കുപ്പായിട്ട് വേണം അതിൽ കോപ്പി അടിച്ചാൽ മതില്ല ഗായ്സ്. പക്ഷെ അത് ഇതാണ്. ഇവിടെ കുറെ പുളിയെറുമ്പുണ്ട്, എന്നെ കടിച്ചു. ഞാൻ മണ്ടാ പോവാണേ. അങ്ങനെ ഞാൻ ആ എറുമ്പാളൊക്കെ പോക്കിയിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു മണ്ടും ഞാൻ മണ്ടി ഇവിടെ എത്തി അങ്ങനെ. ഹലോ ഗായ്സ്, ഇന്നുണ്ടല്ലോ നമുക്കുണ്ടല്ലോ മലമുത്തെ പെരക്കിന് കുറച്ച് പോവാനുള്ളൂ. ഞങ്ങളങ്ങനെ മലമിലെത്തിട്ടോ ഗായ്സ്. മലമുത്തെ പെര മലമുത്തെ പെര. പിന്നെ ഉണ്ടല്ലോ ഗായ്സ്, ഇവിടെ ഒരു മാങ്ങമരം ഉണ്ട് കേട്ടോ. ആ മാങ്ങമരം ഞങ്ങളുടേതല്ല. ആ മാങ്ങമരത്തിൻ്റെ മാങ്ങ നാടൻ മാങ്ങക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ആ മാങ്ങ വന്ന ഞങ്ങളുടേതല്ലോ. ഞങ്ങളെ പെരൻ്റെ അടിയിലൊരു മാങ്ങമരമുണ്ട്. ഞങ്ങൾ മലമുത്തെ പെരയൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. എൻ്റെ ഇമ്മമാർ ശാലാണികൾ. ഞങ്ങളങ്ങനെ മലമുത്തെ പെരയെത്തി. മലമുത്തെ പെരയൊക്കെ പൊളിച്ച് എൻ്റെ കുട്ടിയൊക്കെ തേങ്ങ ചാക്കൊക്കെ ഇടുക. അതിനൊക്കെ വേണമെങ്കിൽ ഞാൻ എന്നോട് കളിക്കണ്ട അത്തുമ്മ എൻ്റെ കൈ കുടുങ്ങു ആയിരിക്കേ. അങ്ങനെ തേങ്ങ ഒക്കെ ഇട്ട് അവിടെ ഉണ്ട്. അങ്ങനെ തേങ്ങ ഒക്കെ